Hi dear friends, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള കുറച്ച് സാരീസും അതോടൊപ്പം ഓണത്തിന് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ സാരിയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സാരി നമുക്ക് ഒട്ടും ടൈം കളയാതെ കണ്ടു നോക്കാം. അതായത് ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ബേബി പിങ്കിൽ വരുന്ന സിൽക്കി കോട്ടൺ മെറ്റീരിയൽ വരുന്നൊരു സാരിയാണ്. അതിൽ ഷാഡോ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സാരിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സാരി ഞാൻ വലിയ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഒരു 3 ഡിസൈൻ മാത്രം ചെയ്തിട്ടുള്ളൂ. ഈ ഫസ്റ്റ് ഒരു ഡിസൈൻ വരുന്നത് നമ്മുടെ സാരി വെയർ ചെയ്യുമ്പോൾ ഫ്രണ്ടിലായിട്ട് വരുന്ന ഭാഗത്ത്, അതായത് ഷോൾഡർ തൊട്ട് ഫ്രണ്ടിലെ ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലുള്ള വലിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഒരു ഡിസൈൻ വരുന്നത് സാരി വെയർ ചെയ്യുമ്പോൾ പല്ലുവിൻ്റെ പാർട്ടിലായിട്ടാണ്. കണ്ടോ, അതും നല്ല വലിയൊരു ഡിസൈനാണ്. ദെൻ തേർഡ് ഡിസൈൻ വരുന്നത് സാരി പ്ലീറ്റ്സ് ഇടുന്ന സമയത്ത്, അതായത് നമ്മൾ പ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ലെഗ് പോർഷൻ്റെ ഭാഗത്തായിട്ടാണ് ഈ ഒരു വലിയ ഡിസൈൻ വരുന്നത്. ഡിസൈൻ ഇത്രയും വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ സാരി വെയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ അത്യാവശ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. അന്ന് ഒത്തിരി ഡിസൈൻ ചെയ്യാൻ മടിയുള്ളവർക്കാണെങ്കിൽ ഇതേപോലെ ഡിസൈൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് അധികം സമയം എടുക്കാതെ ഒരു സാരി ഫിനിഷ് ചെയ്യാൻ പറ്റും. ഈ സാരി കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സാരിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1800. ചില സമയത്ത് വീഡിയോ ചെയ്യുമ്പോൾ സാരി ഒന്ന് വെച്ച് കാണിക്കാനായിട്ട് പറ്റാറില്ല. എന്ന് വെച്ചാൽ ടേബിളിൽ വെച്ചിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചില സാരീസ് ഒന്ന് വെച്ച് കാണിക്കുവാണെങ്കിൽ ഭംഗിയുണ്ടാവും. ഇതാണ് സെക്കൻഡ് ഞാൻ നിങ്ങളെ കാണിക്കുന്ന സാരി. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ ഫിനിഷ് ആയതിനു ശേഷവും കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഫുള്ളായിട്ട് ബോർഡർ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള സാരിയാണ്. കണ്ടോ, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 1.5 വർഷം 2 ഇയേഴ്സ് കൂടുതൽ എടുത്തിട്ട് 1.5 ഇയേഴ്സോ 2 ഇയേഴ്സ് ഒക്കെ എടുത്തിട്ട് ചെയ്തൊരു സാരിയാണിത്. കണ്ടോ, ഇതിൽ ഞാൻ ചെറിയൊരു മോട്ടീവ്സും ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്ക് കുറച്ച് ഫ്ലവേഴ്സ് കൂടി കൊടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ നമ്മുടെ വർക്ക് ഒത്തിരി ലോങ് ആയിട്ട് പോകണോണ്ട് അത് ഞാൻ വേണ്ടാന്ന് വെച്ചു. സാരി വെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ബോർഡർ കാണുന്ന ഭാഗത്തെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നോർമലി നമ്മുടെ സാരിയുടെ ബോർഡർ വരുന്നൊരു 9 മീറ്റേഴ്സ് ആണ്. അത്രയും കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് ഈ സാരിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സാരിയുടെ റേറ്റ് വരുന്നത് 12,500 ആണ്. ഇതേ സെയിം സാരി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തൈലാന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലുള്ള ഒരു ആൻറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. ആ സാരി വെയർ ചെയ്തിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ നെറ്റ് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തത്, പക്ഷേ മറ്റേ ആൻറ്റിക്ക് വേണ്ടി ചെയ്ത സാരിയിൽ ഞാൻ സോഫ്റ്റ് ഓർഗൻഡിയാണ് യൂസ് ചെയ്തത്. ഏത് മെറ്റീരിയൽ യൂസ് ചെയ്താലും ഭംഗിയാണ്. പിന്നെ ചിക്കൻ കാരി വർക്ക് എസ്പെഷ്യലി പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് ഏത് മെറ്റീരിയലിലും നല്ലതായിരിക്കും. കണ്ടോ, ഇതിൻ്റെ ബാക്ക് സൈഡ് കൂടി ഒന്ന് കാണിക്കാം കേട്ടോ. ചിക്കൻ കാരി വർക്കിൻ്റെ കോംപ്ലിക്കേഷൻ നമുക്ക് മനസ്സിലാണെങ്കിൽ എപ്പോഴും അതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും. ഞാൻ നോർമലി ചിക്കൻ കാരി കുർത്ത വാങ്ങുന്ന സമയത്താണെങ്കിലും ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്നിങ്ങനെ നോക്കാറുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് വരുന്ന നല്ല ഭംഗിയായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു അതായത് ഒരു ചിക്കു ഷെയ്ഡിൻ്റെ ലൈറ്റ് കളർ, ബേജ് കളർ എന്നൊക്കെ പറയാൻ പറ്റിയൊരു കളറാണ്. കണ്ടോ, ഗോൾഡൻ അല്ല, എന്നാൽ ഒരു ഡിഫറെൻ്റ് ഒരു ക്രീം, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ക്രീം ഷെയ്ഡ്. കണ്ടോ, ഇതിൻ്റെ പല്ലുവിൻ്റെ പാർട്ടാണ്. ഇതിൽ ബ്രസീലിയൻ ഫ്ലവേഴ്സ് ആയിട്ടോ ചെയ്തിരിക്കുന്നത്. പല്ലുവിൻ്റെ പാർട്ടിൽ തന്നെ മുകളിലേക്ക് വരുമ്പോൾ ഒരു ഫ്ലവർ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇത് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇതുപോലത്തെ ഒത്തിരി സാരീസ് നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയതുകൊണ്ട് കയ്യിൽ. കണ്ടോ, മെറ്റീരിയൽ വരുന്ന സിൽക്കി കോട്ടയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3800 ആണ്. അപ്പോൾ എന്താ ഇത്ര റേറ്റ് വരുന്നതെന്ന് വിചാരിക്കും. ഇത് ഒത്തിരി ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സാരിയിൽ നിറയെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് 2 ഡിസൈൻ വരുന്നത് നമ്മൾ സാരി വെയർ ചെയ്യുമ്പോൾ ഫ്രണ്ടിലായിട്ട് കാണുന്ന പോർഷനിലാട്ടോ. കണ്ടോ, നല്ല വലിയ ഡിസൈൻസ് ആണ്. അതുപോലെ എനിക്ക് ഈ സാരിയുടെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയാൻ പറ്റിയത്, നമ്മൾ സാരി പ്ലീറ്റ്സ് എടുക്കുന്ന സമയത്ത് താഴെ കാണുന്ന ഭാഗത്തായിട്ട് 5 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അതുകൂടി ഒന്ന് കാണിക്കാം. 5th ഡിസൈൻ ലാസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ ഡൗട്ട് ചോദിക്കാറുണ്ട്, സാരി ഒന്ന് മെഷർ ചെയ്ത് കാണിക്കുമെന്നു. നോർമലി സാരിയിൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഡിസൈൻ കംപ്ലീറ്റ് വരച്ച് വെക്കുക. അപ്പോൾ ഡിസൈൻ കംപ്ലീറ്റ് വരക്കാനായിട്ട് എപ്പോഴും ഏറ്റവും ബെസ്റ്റ് നമ്മൾ സാരി ഒന്ന് വെയർ ചെയ്ത് നോക്കുക.
ഇപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി സാരി വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് വെയർ ചെയ്ത് നോക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിനാണ്, അതല്ല നോർമലി ഒരു സാരി ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മളുടെ മെഷർമെൻറ്റ് നോക്കും. അപ്പോൾ ഒരു മീഡിയം ഹൈറ്റുള്ള ആൾക്കാരുടെ ആ ഒരു മെഷർമെൻറ്റ് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ സംടൈംസ് ചില കസ്റ്റമേഴ്സ് നമുക്ക് ഓർഡർ തരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് എത്ര ഹൈറ്റ് ഉണ്ട്, എത്ര വെയിറ്റ് ഉണ്ടെന്ന് ജസ്റ്റ് നോക്കുക. എന്നിട്ട് അതനുസരിച്ചിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ സാരി വെയർ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ എവിടേക്ക് ഡിസൈൻ വേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗത്തായിട്ട് വരയ്ക്കുക. അല്ലാതെ നമ്മുടെ സാരിക്ക് സ്പെസിഫിക് ആയിട്ടൊരു ഡിസൈൻ ഇത്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഇത്ര ഇഞ്ചസ് വിട്ട് വേണമെന്നൊന്നുമില്ല. അത് വെയർ ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു സ്ട്രക്ചർ അനുസരിച്ചിട്ടാണ് നമ്മളിപ്പോഴും സാരിയിൽ ഡിസൈൻ വരയ്ക്കുന്നത്. അതുപോലെ താഴെ നമ്മൾ കൊടുക്കുന്ന ഫ്ലവേഴ്സ് ഇതെല്ലാം നമ്മൾ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ സ്റ്റാർട്ടിങ് പ്ലീറ്റ്സിൻ്റെ ഭാഗത്തായിട്ട്, അതായത് കാണുന്ന ഭാഗത്തെല്ലാം വരുന്ന രീതിയിലാണ് വരയ്ക്കാറുള്ളത്. പിന്നെ ചില സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡിസൈൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സാരി ഉടുത്തിട്ട് നടക്കുന്ന സമയത്ത് പ്ലീറ്റ്സിൻ്റെ ഇടയ്ക്കൂടി ഡിസൈൻസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നോർമലി ഞാൻ അങ്ങനെയൊക്കെയാണ് സാരിയിൽ ഡിസൈൻസ് വരയ്ക്കാറുള്ളത്. ഈ സാരി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. ഇതിൽ വർക്കും ഞാൻ സെയിം ആ ഒരു ഇപ്പം ഞാൻ കാണിച്ചൊരു ക്രീം സാരി പോലെ തന്നെ കേട്ടോ ചെയ്തിരിക്കുന്നത്. അതായത് സാരിയുടെ പല്ലുവിൻ്റെ പാർട്ടിൽ 2 ഡിസൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ പല്ലു ഇടുമ്പോൾ ഇത് ഏറ്റവും താഴെ വരും, ഇത് അതിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന ഭാഗത്ത് വരും 2 ഡിസൈൻ. ദെൻ ചെസ്റ്റ് പോർഷൻ വരുന്ന ഭാഗത്തായിട്ട് അടുത്ത 2 ഡിസൈൻ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ സാരി വെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും. ദെൻ അതുപോലെ പ്ലീറ്റ്സിൻ്റെ ഭാഗത്തായിട്ടും കണ്ടോ, ഇതിൽ കാണുന്ന പോലെ 5 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, 5 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സാരീസ് എന്ന് വെച്ചാൽ ചില സമയത്ത് ഒത്തിരി പേര് ഇത് ഫങ്ഷണൽ വെയർ ആയിട്ട് എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സിൽക്കി കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് ക്വാളിറ്റി നല്ല എന്താണെന്ന് വെച്ചാൽ കുറച്ച് റിച്ച് ലുക്ക് ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിതിൻ്റെ കോൺട്രാസ്റ്റ് കളർ ബ്ലൗസ് യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ സാരിക്ക് വേണമെങ്കിൽ ഒരു ബ്ലൂ ബ്ലൗസ് വിത്ത് ഗ്രീൻ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രീനും ബ്ലൂവും തമ്മിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് വേറെ ചെയ്താലും ഭംഗിയായിരിക്കും. നെക്സ്റ്റ് സാരി ബ്ലാക്കിൽ തന്നെ വരുന്നതാണ്. ഇതിൽ ഞാൻ നിങ്ങളെ നല്ല ഭംഗിയായിട്ടുള്ള ബുള്ളിയൻ റോസ് കാണിക്കാം കേട്ടോ. കണ്ടോ, ഇത് പല്ലുവിൻ്റെ പാർട്ടിൽ താഴെ ഒരു വലിയ ഡിസൈൻ, ഇവിടെ ഒരു വലിയ ഡിസൈൻ വന്നിട്ടുണ്ട്. അതിൻ്റെ മേളിലായിട്ടൊരു ചെറിയ ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ. ബുള്ളിയൻ റോസ് എന്ന് വെച്ചാൽ ഒത്തിരി സമയമെടുത്ത് ചെയ്യുന്നൊരു വർക്കാണ്. കണ്ടോ, നമ്മൾ സാരി വെയർ ചെയ്യുമ്പോൾ ഫ്രണ്ടിലായിട്ട് കാണുന്ന ഭാഗത്തായിട്ട് നല്ല വലിയ ഡിസൈനാണ് 2 കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സാരി വെയർ ചെയ്യുമ്പോൾ പ്ലീറ്റ്സിൻ്റെ ഭാഗത്തായിട്ടും ഇതേപോലെ 5 ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു പാറ്റേണിൽ തന്നെ 5 ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാരി വെയർ ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ഡിസൈൻസ് ഉണ്ടാവും. ഈ സാരിയുടെ റേറ്റ് വരുന്നത് 3800 ആണ്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട മെറ്റീരിയലാണ്, ക്രിസ്പി ജോർജറ്റിൽ വരുന്നത്. ഇതും നമ്മുടെ സെയിം ഇപ്പം ഞാൻ കാണിച്ച സെയിം സാരിയിൽ വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, പല്ലുവിൻ്റെ പാർട്ടിൽ 2 ഡിസൈൻ, ഒരു വലുതും പിന്നെ ഒരു ചെറിയ ഡിസൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ സാരി വെയർ ചെയ്യുമ്പോൾ ഫ്രണ്ടിലായിട്ട് കാണുന്ന ഭാഗത്ത് കണ്ടോ, സാരി വെയർ ചെയ്യുമ്പോൾ ഫ്രണ്ടിലായിട്ട് കാണുന്ന ഭാഗത്ത് 2 വലിയ ഡിസൈൻ, ഒരു ചെറിയ ഡിസൈൻ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നല്ല അത്യാവശ്യം ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാരിയാണ്. കണ്ടോ, ഇതിൻ്റെ പ്ലീറ്റ്സിൻ്റെ ഭാഗത്തെ ഡിസൈൻ കൂടെ നല്ല ഭംഗിയാണ്. കണ്ടോ, ഈ 5 ഡിസൈൻസാണ് ഇതിൻ്റെ പ്ലീറ്റ്സിൻ്റെ ഭാഗത്ത് വരുന്നത് കേട്ടോ. ഈ സാരിയുടെ റേറ്റ് വരുന്നത് 4500 ആണ്. ഈ സാരി അത്യാവശ്യം റേറ്റുള്ള മെറ്റീരിയലാണ് കേട്ടോ, ക്രിസ്പി ജോർജറ്റ്. അതേപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇപ്പം വേണമെങ്കിൽ നമുക്ക് സിംഗിൾ പ്ലീറ്റ് ഇട്ട് വേണമെങ്കിലും വെയർ ചെയ്യാം കേട്ടോ.
അത്രയും നല്ല ഗ്രാൻഡ് ലുക്കുള്ളൊരു സാരിയാണിത്. പിന്നെ നമുക്ക് സിംഗിൾ പ്ലീറ്റ് ഇട്ടിട്ട് ഈ ഡിസൈൻ കാണുന്ന വിധത്തിൽ ഞാനൊന്ന് വരച്ച് കാണിക്കാം. നമ്മൾ ഇതേപോലെ ഇടുവാണെന്നുണ്ടെങ്കിലും അതാ ഇങ്ങനത്തെ ഒരു സ്റ്റൈലിലൊക്കെ ഇതിടുവാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും, ഫുള്ളായിട്ട് വർക്ക് കാണുന്ന വിധത്തിൽ. അതൊക്കെ നമ്മൾ ഇടുമ്പോൾ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ചിട്ട്. അതേപോലെ തന്നെ കോൺട്രാസ്റ്റ് ബ്ലൗസ് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് ചെയ്യാം. ഈ സെയിം മെറ്റീരിയൽ ബ്ലൗസിൻ്റെ അവൈലബിൾ ആണ്. ഈ ക്രിസ്പി ജോർജറ്റിൽ മാത്രം മെറ്റീരിയൽ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ കൂടി അവൈലബിൾ ആണ്. ഈ റെഡ് സാരി കംപ്ലീറ്റഡ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1800. ഈ സാരിയിലും കാണുന്ന ഭാഗത്തായിട്ട് ചിക്കൻ കറി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, പല്ലുവിൽ 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിംഗിൾ പ്ലീറ്റ് ഇടുക അല്ലെങ്കിൽ പ്ലീറ്റ് സാരി ഇങ്ങനെ പ്ലീറ്റ് ചെയ്തിട്ട് വിടർത്തി പിടിക്കുവാണെങ്കിലും കാണുന്ന വിധത്തിൽ 2 എണ്ണം ചെയ്തിട്ടുണ്ട്. പിന്നെ സാരി വെയർ ചെയ്യുമ്പോൾ കാണുന്ന ഭാഗത്തെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ചെസ്റ്റ് പോർഷനിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാരിയുടെ പ്ലീറ്റിൻ്റെ ഭാഗത്ത് കണ്ടോ, ഇത് ഈ ഒരു ഡിസൈൻ സ്ട്രെയിറ്റ് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും നല്ല ഡാർക്ക് കളറിൽ ചിക്കൻ കറി വർക്ക് ചെയ്യുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയത് ലൈറ്റ് ഷെയ്ഡിൽ ചെയ്യുന്നതിനേക്കാളും ഇതേപോലെ ഡാർക്ക് ഷെയ്ഡ്, അതുപോലെ ഒരു ഗ്രീൻ സാരി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാ, ഇത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഡിസൈനാണിത്. കണ്ടോ, ഇതിൻ്റെ ആ ഒരു ഡാർക്ക് കളറിൽ ഈ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ്, അതായത് ഡാർക്ക് ഗ്രീനിൽ വൈറ്റും വരുമ്പോൾ കൂടുതൽ ഭംഗിയായിട്ട്, അതായത് ചിക്കൻ കറി വർക്ക് ഇടയ്ക്ക് ആ ഒരു സാറ്റിൻ സ്റ്റിച്ചസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി വന്നപ്പോൾ കൂടുതൽ ഭംഗിയായ പോലെ എനിക്ക് തോന്നി. ഈ സാരിയുടെ ട്യൂട്ടോറിയൽ കണ്ടിട്ട് ഒത്തിരി പേര് ഈ കളേഴ്സ് എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേർക്ക് ഞാൻ ഈ ഡിസൈൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിക്കാം കേട്ടോ. കണ്ടോ, ഈ ചിക്കൻ കറി വർക്ക് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും കുറച്ച് നൂല് ഉള്ളൂ എന്ന്. പക്ഷെ ഇത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കെയർഫുള്ളായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ സാരീസ് ഡിസൈൻ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്നത് മെഷീൻ എംബ്രോയിഡറി ചെയ്തൊരു സാരിയാണ്. കണ്ടോ, ഈ സാരി ഫുള്ളായിട്ട് നമ്മൾ സാരി വെയർ ചെയ്യുമ്പോൾ കാണുന്ന ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഈ സാരി ഇപ്പോൾ നമ്മൾ ഓഫർ പ്രൈസിൽ ഇട്ടിരിക്കുകയാണ്. റേറ്റ് വരുന്നത് 1500. നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ലോട്ടസ് പ്രിന്റിൽ വരുന്ന സാരിയാണ് കേട്ടോ. ഇത് ആക്ച്വലി മെഷീൻ എംബ്രോയിഡറി ആണ്. കണ്ടോ, ഈ സാരി കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള കസവാണ് കേട്ടോ. ഇതിൽ കണ്ടോ, നല്ല ഗോൾഡൻ, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഗോൾഡൻ കളർ കസവാണ്. അതുപോലെ സാരി കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ലോട്ടസ് ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ. ലോട്ടസും അതിൻ്റെ ലീഫും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളർ ബ്ലൗസ് ഇട്ടിട്ട് വേണമെങ്കിൽ വെയർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ്. ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് മ്യൂറൽ പെയിന്റിങ് സാരി. കണ്ടോ, ഇതില് കൃഷ്ണൻ രാധ പിക്ചറാണ് വന്നിരിക്കുന്നത്. ഈ സാരിയുടെ റേറ്റ് വരുന്നത് 1450. ഇതിൽ കാണുന്ന ഭാഗത്തായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ മ്യൂറൽ പ്രിന്റ് വന്നിട്ടുണ്ട് കേട്ടോ. ടിഷ്യൂ ആണ് മെറ്റീരിയൽ വരുന്നത്. ഈ സാരിയുടെ കൂടെ ഇത് ബ്ലൗസ് വരുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് ഒരു ഗ്രീൻ കളർ. ഒത്തിരി പേര് ഈ ഒരു ഗ്രീൻ കളർ ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ സാരിയുടെ സൈഡിൽ ചെറിയൊരു വീതിയിലാണ് ഗ്രീൻ കളർ വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ സൈഡിൽ സിൽവർ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് അട്രാക്ഷൻ തോന്നുന്ന ഒരു കളർ, സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ യങ്സ്റ്റേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാരി ആയിട്ട് തോന്നി. അതേപോലെ കുറച്ച് ഏജ് ആയിട്ടുള്ളവർക്കും ആപ്റ്റായിട്ട്
ഇരിക്കും ഈ സാരി വെയർ ചെയ്താൽ. ഇതിൻ്റെ കൂടെ റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ ബ്ലൗസ് ഇട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ബ്ലാക്ക് ബ്ലൗസും നല്ലതൊക്കെ ആയിരിക്കും. ഈ സാരിയുടെ റേറ്റ് വരുന്നത് 1375. ഈ സാരീസ് എല്ലാം സിംഗിൾ പീസാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു ഹാൻഡ് പെയിന്റഡ് സാരിയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവർ പെയിന്റ് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ്. നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളർ ബോർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു കോട്ടൺ സിൽക്കിന്റെ ബ്ലൗസിൻ്റെ ഒപ്പം ഈ സാരി വെയർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും. ഈ സാരിയുടെ ബ്ലൗസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇൻക്ലൂഡിങ് ബ്ലൗസ് ആണ് വരുന്നത്. സെയിം റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ് ഇതിൻ്റെ കൂടെ. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തിട്ട് വേറെ ഏതായാലും ഭംഗിയായിരിക്കും കേട്ടോ. ഇതാണ് ഇപ്പം നമ്മുടെ നെക്സ്റ്റ് സാരി വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു ഈ വർഷം ഓണം ടൈമിൽ ഇത് വേണമെങ്കിൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ ഭംഗിയായിരിക്കും. മനസ്സിലിങ്ങനെ ആലോചിച്ചു, പക്ഷെ ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. ഈ സാരി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഒത്തിരി ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ. ഇതിൻ്റെ ബോർഡർ വരുന്നത് 5 ഇഞ്ചാണ് കണ്ടോ. അതുപോലെ പല്ലുവിൻ്റെ ഭാഗത്തെ ബോർഡർ ആണെങ്കിൽ ഒത്തിരി വീതിയിലാണ് വരുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം റെഫർ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് നോക്കുക. വേദിക ബൈ സോജ എന്ന് ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ നോർമലി കാണുന്ന പോലെയല്ല ഈ വീതി കൂടിയ കസവിൻ്റെ സാരീസ്. അതായത് ചിലരിങ്ങനെ പറയാറുണ്ട് ഈ കളറിലെ കസവ് എന്നുള്ള ഇതിൽ കുറച്ച് ഗോൾഡൻ യെല്ലോ കൂടുതൽ. പക്ഷേ ഇത് വെയർ ചെയ്താൽ കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ. ഈ സാരിയുടെ ആക്ച്വൽ റേറ്റ് വരുന്നത് 690 ആണ്. ഇപ്പം നമ്മളിത് ഓഫറിൽ 500 സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കുറച്ച് പീസസ് അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ യൂണിഫോം ആയിട്ടാണോ അതല്ലാന്നുണ്ടെങ്കിൽ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനോ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാനോ സാരി ആയിട്ട് വെയർ ചെയ്യാനോ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ളതാണ് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുള്ളൊരു മെറ്റീരിയലാണ് നമ്മുടെ പോളി കോട്ടൺ സാരീസ്. ഇത് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 25 ഇയേഴ്സ് ബാക്ക് അമ്മയ്ക്ക് വാങ്ങിച്ചിട്ടുള്ളൊരു സാരി ഒരു മെറ്റീരിയലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ മെറ്റീരിയൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് പോയത്. അപ്പോൾ അതിൻ്റെ ഒരു 3 കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 790. ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ മെസ്സേജ് ഇടുക. എന്താണെന്ന് വെച്ചാൽ ഓൺലി 3 പീസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഗോൾഡൻ എന്താ പറയുക ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല, ഒരു എനിക്കിതിന് ശരിക്കൊരു കളർ ഒരു ഡാർക്ക് യെല്ലോ റെഡ് ഗോൾഡ് അത്രയും കളേഴ്സ് മിക്സ് ആയിട്ടുള്ള നല്ലൊരു ഷെയ്ഡ്. ബ്രൗണിൻ്റെ ഒരു ഗോൾഡൻ ചേർന്നൊരു ബ്രൗൺ എന്നൊക്കെ പറയാം. നെക്സ്റ്റ് വരുന്നത് ഒരു റെഡ് കളർ സാരി ആട്ടോ. ഇതും പോളിക്കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. ഇതിലും ഹാൻഡ് വർക്ക് ചെയ്യാൻ നല്ലതാണ്, അതേപോലെ ബീഡ്സ് വർക്ക് ചെയ്യാൻ നല്ല കേട്ടോ. ബീഡ്സ് വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് കട്ടിയുള്ള സാരി ആണെങ്കിൽ കാണാൻ ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ വിചാരിച്ചത് ആരും വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ബീഡ്സ് വർക്ക് ചെയ്തിട്ട് യൂസ് ചെയ്താലോ എന്ന്. ഈ സാരിയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രിന്റഡ് ബ്ലൗസിൻ്റെ ഒപ്പം പ്ലെയിൻ ആയിട്ട് യൂസ് ചെയ്താലും ഭംഗിയാണ്. അതുപോലെ സിംഗിൾ പ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ട് വെയർ ചെയ്യാൻ നല്ലതാണ്. പിന്നെ നമ്മൾ ബീഡ്സ് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു വലിയ വർക്ക് നമ്മുടെ സാരി ഇതേപോലെ നമ്മുടെ സാരി സിംഗിൾ പ്ലീറ്റ് ആയിട്ട് ഇടുവാണെങ്കിൽ നമ്മളിങ്ങനെ ഇടുവാണെങ്കിൽ ഈ ഒരു പോർഷൻ മാത്രം നല്ലൊരു വലിയ വർക്ക് കൊടുത്താലും കാണാൻ ഭംഗിയായിരിക്കും. അതേപോലെ ഫങ്ഷണൽ വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് നല്ലൊരു റെഡ്, നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു റെഡ് വന്നിട്ടുണ്ട്. ഇതാ അതോടൊപ്പം തന്നെ ഒരു മെറൂൺ കളർ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ള ഡാർക്ക് മെറൂണല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു മെറൂൺ കളർ, പിന്നെ ഒരു ഡാർക്ക് ആയിട്ടുള്ള റെഡ്. ഈ 2 കളർ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും സാരി വേണമെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഈ പോളിക്കോട്ടൺ സാരീസ് ഓൺലി 3 പീസാണ് അവൈലബിൾ. റേറ്റ് വരുന്നത് 790. ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ മെസ്സേജ് ഇടാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ നിങ്ങളോടൊരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വീഡിയോയിൽ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഹൈപ്പ് ചെയ്യുക. അപ്പോൾ അതുകൂടി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. പിന്നെ നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനൊക്കെ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ മെസ്സേജായിട്ട് പറയുക.
ഞാൻ എല്ലാ മെസ്സേജസിനും റിപ്ലൈ ഇടാറുണ്ട് കേട്ടോ. പിന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം എന്നുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഒത്തിരി പേര് ഡിസൈൻസ് സാരീസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഒത്തിരി പേര് ഇങ്ങനെ പറയാറുണ്ട് പാക്കിംഗ് നന്നായി എന്ന്, ഒത്തിരി കോംപ്ലിമെൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം പാക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ കൂടി നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. Once again, thank you for watching. We'll meet soon.